എന്റെ പേര് പറഞ്ഞു വേണുഗോപാൽ. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ്. കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ശേഷം റിട്ടയർമെന്റ് ശേഷം 2 കൊല്ലം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ IB വർക്ക് ചെയ്തു, കോൺട്രാക്ട് ബേസിൽ. അത് കഴിഞ്ഞു ഇപ്പം 7ാമത്തെ കൊല്ലമാണ് ഫുൾ ടൈം ആയിട്ട് RCM ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സുധാകരൻ സാർ ഇവിടെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ അതേ പിന്നെ എന്ന് പറഞ്ഞാൽ എമറാൾഡ് പിന്നുമായിട്ട് ഇന്ന് സസന്തോഷം സുഖമായിട്ട് കുടുംബസമേതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിലെ ഏറ്റവും വലിയ സന്തോഷം 32 കൊല്ലം കേരള പോലീസിൽ ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത സംതൃപ്തി എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക് സർവീസ് ആണ്. എന്നാലും ഇതും ഒരു പബ്ലിക് സർവീസ് ആയിട്ട് ഞാൻ കാണുന്നു. അതിനേക്കാൾ ഒരു സംതൃപ്തിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എനിക്ക് കിട്ടിയിരുന്ന ശമ്പളം 15-ാം തീയതി 20 ആകുമ്പോഴേക്ക് തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പല അറിയാലോ, എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ തട്ടിമുട്ടി പോവുകയാണ് ചെയ്യുക, റോളിംഗ് ഒക്കെ ആയിരിക്കും. അവിടെയാണ് ഇന്ന് ഇഷ്ടം പോലെ പണം എന്ന് പറഞ്ഞാൽ RCM TCG എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനാഞ്ചിറ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക്. ട്രഷറിയില് ഒരുപക്ഷെ ചിലപ്പം 2-3 ദിവസമൊക്കെ നീണ്ടുപോകും പെൻഷനൊക്കെ കിട്ടാൻ. പക്ഷെ ഇവിടെ 6-ാം തീയതി വരെ 7-ാം തീയതിക്ക് അപ്പുറം പോവാറില്ല. കറക്റ്റ് ആയിട്ട് ആ പണം അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം 32 കൊല്ലം എനിക്ക് കിട്ടാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ 7 കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞാൽ 7 അതിനു മുമ്പ് തന്നെ തുടക്കം തന്നെ എനിക്ക് ഞാൻ തോന്നുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ എനിക്കത് അനുഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്തുകൊണ്ട് ഈ റിട്ടയർമെന്റ് ലൈഫ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഒരുപാട് ആളുകൾ, കാരണം ഏത് ലെവലിലായിക്കോട്ടെ, ഏത് ഹയർ ലെവലിലായിക്കോട്ടെ, വലിയ വലിയ പൊസിഷനിൽ റിട്ടയർ ചെയ്തോട്ടായിക്കോട്ടെ, അവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്. ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ RCM വന്നതിന് ശേഷം ഒരുപാട് ആളുകളെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റിട്ടയർമെന്റ് ലൈഫിൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ, അതുപോലെ ആർക്കും വേണ്ടാതെ, വീട്ടുകാർക്കും സമൂഹത്തിനും സൊസൈറ്റിക്കും വേണ്ടാതെ ഒരു ഉപകാരവും ഇല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. പക്ഷേ അവരൊക്കെ വിദ്യാസമ്പന്നരാണ്, വലിയ വലിയ ഉദ്യോഗത്തിന് റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നവരാണ്. പക്ഷെ തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടില്ല. അവരാകെ കണ്ടത് ഒരു ജോലി കിട്ടിയപ്പം മതി, അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് സന്തോഷിച്ച് അങ്ങനെ പോയിരുന്നതായിരുന്നു. പക്ഷേ റിട്ടയർമെന്റിന് ശേഷം അവരാകെ അസ്വസ്ഥരായിട്ട് മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സൊസൈറ്റിയാണ് ശരിക്കും റിട്ടയർമെന്റ് ശേഷം. അവിടെയാണ് ഞാൻ മാത്രമല്ല, എന്നെ പോലെ പലരും ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ ഇപ്പൊ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും എൻജോയ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് വളരെ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ഒരു സുഖത്തോടു കൂടി ആ ഒരു എൻജോയ്മെന്റിലെ കുടുംബസമേതം മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു സൊസൈറ്റിയുടെ കൂടെ, ഒരു RCM സൊസൈറ്റിയുടെ സുഖമായിട്ട് ഞാൻ ഏത് കാലത്തും ആഗ്രഹിക്കുന്നതാണ് മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ഒരു സമൂഹം. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു. അവിടെയാണ് ഇത് എൻജോയ് ചെയ്തുകൊണ്ട് എല്ലാവരും, ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലെ റേഷൻ കാർഡിലുള്ള എന്റെ കുടുംബ മെമ്പേഴ്സിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ RCM ഫാമിലിയാണ്. ഞാൻ കണ്ടുമുട്ടുന്ന RCMന്റെ ആളുകളെയാണ്. ഇന്നലെ കോഴിക്കോട് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫയർ പ്രോഗ്രാം. തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ റൂബി റൈസിംഗ് കോ ലീഡർ ബീനു സാറായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്. അവിടെ നമ്മുടെ റൂബി ഹേമന്ത് സാർ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ കൂടെ അതുപോലെ ആ ഹാളിലൊക്കെ ഉള്ള ആ ഒരു സംതൃപ്തി, രാവിലെ 10 മുതൽ 2 വരെയുള്ള ആ ഒരു എൻജോയ്മെന്റ് ശരിക്കും പറയുകയാണെങ്കിൽ അവരൊക്കെ ആരൊക്കെയാണ്, എന്റെ വീട്ടിലെ ആരൊക്കെയോ ആയിട്ട് ഞാൻ കാണുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ എന്റെ റേഷൻ കാർഡിലെ മെമ്പേഴ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എവിടെ കിട്ടുന്നു ചോദിച്ചാൽ നോ. ഗൂഗിളിൽ പല സ്ഥലത്തും ഞാൻ സെർച്ച് ചെയ്തു, പല കാര്യങ്ങളും സെർച്ച് ചെയ്തതില് ഇത്രയും ക്വാളിറ്റിയുള്ള പരിശുദ്ധമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് RCM ഇന്നൊരു കമ്പനി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ബ്രാൻഡ് നെയിം ആയിരുന്നു, പക്ഷേ ഇന്നൊരു കമ്പനി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാത്തവർ നാളെ മറ്റന്നാൾ തീർച്ചയായിട്ടും കോഴിക്കോട് കുതിരവട്ടം എന്നൊരു മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്, നമുക്കറിയാം തൃശ്ശൂർ ഊളംപാറയുണ്ട്, അതുപോലെ പല സ്ഥലത്തും ഉണ്ടാവും. അവിടെയൊക്കെ എത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. കാരണം അവരുടെ കൂടെ ജോലി ചെയ്ത് റിട്ടയർമെന്റ് ചെയ്തവർ, അല്ലെങ്കിൽ അവരുടെ പരിചയമുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അവരൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർ മാനസികമായിട്ട് തകർന്ന് ഒരുപക്ഷെ ഈ ഭ്രാന്താലയങ്ങളിലൊക്കെ എത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിലെ പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരവിടേക്ക് വിടാതെ നമുക്ക് അവർ കൊണ്ടുവരണം, തിരിച്ചു ഇതിലേക്ക് കൊണ്ടുവരണം. RCM എന്നൊരു കൺസെപ്റ്റ് അവർ മനസ്സിലാക്കുന്നവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. 1, 2, 10, 100 പ്രാവശ്യമല്ല, ഇഷ്ടം പോലെ. എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ട് പോലും ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് പോലും കേൾക്കാത്തൊരു വ്യക്തി ഇന്നലത്തെ കോഴിക്കോട് ഫയർ പ്രോഗ്രാമിന് അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്റെ ടീമിൽ തന്നെയാണ്, ഞാനല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾക്ക് ഒരു ചമ്മൽ, എന്നെ ഫേസ് ചെയ്യാനുള്ള ഒരു ചമ്മൽ. പക്ഷെ ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, നിങ്ങൾ ഇപ്പം തന്നെ വന്നല്ലോ, നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നത് ഇപ്പോഴായിരിക്കാം. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹം കോഴിക്കോട് വണ്ടർ വേൾഡ് പോയിട്ടാണ് ഇന്നലെ സാധനമൊക്കെ വാങ്ങി തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്തായാലും കേരള പോലീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കേരള പോലീസിന്റെ വ്യത്യസ്ത യൂണിറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രൈം ബ്രാഞ്ച്, വിജിലൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, അതുപോലെ ഡെപ്യൂട്ടേഷൻ ആയിട്ട് റെയിൽവേ, KSEBയുടെ പവർ തെഫ്റ്റ് സ്ക്വാഡ്, അതുപോലെ എമിഗ്രേഷൻ, എയർപോർട്ട്, നെടുമ്പാശ്ശേരി, കോഴിക്കോട് എമിഗ്രേഷനുകൾ, അങ്ങനെ പല മേഖലകളിലും
എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വനിതാ പോലീസ് സ്റ്റേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിറ്റുകളിലും. എന്ന് പറഞ്ഞാൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനൊരു വനിതയല്ലാത്തതുകൊണ്ട്. ബാക്കിയെല്ലാം ഞാൻ ശരിക്കും അതിന്റെയൊക്കെ പ്രവർത്തന രീതികള്, അതിൽ കൂടി ഒരുപാട് ആളുകളായിട്ടുള്ള എന്താ പറയാ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും, അതുപോലെ അവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, സാമൂഹ്യ വിരുദ്ധരും നല്ല ആളുകളും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ലോക്കൽ പോലീസിലൊക്കെ, അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗമൊക്കെ ആയിട്ട് അതിനുള്ള വലിയൊരു അവസരമാണ്. ലോക്കൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നത്. ഒരുപാട് ലോക്കൽ പോലീസിൽ വർക്ക് ചെയ്തു. കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഒരുപാട് പോലീസ് സ്റ്റേഷൻ, മട്ടന്നൂർ, പാലക്കാട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ, ഒരു എല്ലാ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ എന്റെ സർവീസ് റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് CID എന്നൊരു വിഭാഗത്തിലായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് CIDയുടെ ഒരു പ്രത്യേകത ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഇന്റലിജൻസിന്റെ ഭാഗമാണ്, വളരെ രഹസ്യാന്വേഷണ വിഭാഗമാണത്. അത് തന്നെ പലതും അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഏകദേശം ഒരു 12ഓളം കൊല്ലം ഞാനിതിൽ വർക്ക് ചെയ്യുണ്ടായി. ആ ഒരു സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് കമ്പനികൾ, ഇപ്പൊ നേരത്തെ സുധാകരൻ സാറോട് പറഞ്ഞ മാതിരി ഒരുപാട് നെറ്റ്വർക്ക് കമ്പനികൾ ഇവിടെ പലരെയും പറ്റിക്കുന്നു, കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു, അതുപോലെ വലിയ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു, അതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകൾ വിൽക്കുന്നു, അതുപോലെ ഒരു പ്രോഡക്റ്റും ഇല്ലാതെ ഇവിടെ നെറ്റ്വർക്ക് ചെയ്യുന്നു എന്നീ കാര്യങ്ങൾ ഗവൺമെന്റിൽ കിട്ടിയപ്പം ഗവൺമെന്റ് ഇന്റലിജൻസിന്റെ മേധാവിയോട് പറഞ്ഞു ഒരു സ്ക്വാഡ് ഫോം ചെയ്യാൻ. ആ സ്ക്വാഡ് ഫോം ചെയ്തതിലാണ് അതിലെ ഒരു മെമ്പറായിരുന്നു ഞാൻ. കേരളത്തിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്, അതിലൊരാൾ ഞാനായിരുന്നു. എന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കാസർഗോഡ് ടു തിരുവനന്തപുരമാണ്. അതിനിടയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്കറിയാം 32ഓളം കമ്പനികളാണ് എനിക്ക് അയച്ചത്. 32ഓളം കമ്പനികളുടെ പേര്, ആംബെ, മോഡിക്കെയർ, RMP, RCM, ഈ RCM അടക്കമുള്ള 32ഓളം കമ്പനികൾ. RCM എന്ന ബ്രാൻഡ് നെയിം ആണെങ്കിലും ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, പക്ഷെ ഇന്നത് കമ്പനിയായി മാറിക്കഴിഞ്ഞു. RCM അവരെ കമ്പനി എന്നുള്ള പേരാണ് എനിക്ക് അയച്ചു തന്നിരുന്നത്. ഇതിന്റെ എല്ലാ അവരുടെ മെയിൻ മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണം. എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ കാസർഗോഡ്, ചുരുക്കി പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് മൈസൂരും ചെന്നൈയിലും ഒക്കെ പോയിട്ട് ഇതിന്റെ പ്രവർത്തന രീതി എന്താണ്, അതുപോലെ പല പ്രോഡക്റ്റുകളും നമ്മുടെ അന്ന് എറണാകുളത്ത് ഒരു ലാബിലായിട്ടാണ് പോലീസിന്റെ ടൈപ്പ് ലാബ് ഉണ്ടായിരുന്നത്, അവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യിക്കും. അതിന്റെ എല്ലാം ക്വാളിറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് തിരിച്ചു സീൽഡ് കവറിലെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക, SBCD ഓഫീസിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ദൗത്യം. എന്തായാലും അത് 6 മാസമാണ് ടൈം തന്നിരുന്നത്. പക്ഷെ 3 മാസം കൊണ്ട് തന്നെ ഈ 32 കമ്പനികളിൽ 29 എണ്ണം ഞാൻ എഴുതി തള്ളി എന്നുള്ളതാണ്. ബാക്കി 3 എണ്ണം വെച്ചിട്ടാണ് ശരിക്കുള്ള അന്വേഷണം നടന്നത്. പക്ഷെ 6 മാസം കൂടി എക്സ്റ്റൻഷൻ കിട്ടി സുഖമായിട്ട്. അന്നാണ് ഇന്ന് കേരളത്തിലെ പല ലീഡേഴ്സിനെയും അവരവരെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി, അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഒക്കെ വലിയ പോസ്റ്റിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വന്നവരുണ്ട്, അല്ലാതുള്ള ഒരുപാട് ലീഡേഴ്സ്. അവരൊക്കെ പിന്തുടർന്ന് എന്താണ് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ അവരുടെ അടുത്ത് മോശമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതകളായിട്ടോ തോന്നിയില്ല. ആ രീതിയിൽ ഒക്കെ എഴുതി കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുന്നു. നിങ്ങൾ അന്വേഷിച്ച ആ നെറ്റ്വർക്കിന്റെ അതെല്ലാം കവറെല്ലാം പൊട്ടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. പോയി നോക്കുമ്പോൾ അവിടെ ഞാനടക്കം 7 പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 6 പേര് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ 7 പേരും പരസ്പരം അറിയുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ, SP, കമ്മീഷണർ ആരും തന്നെ ഈ ഒരു സംഭവം അറിയരുത്. അത്രയും തികച്ചും രഹസ്യ സ്വഭാവത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഒരു ആളും ഒന്നും അറിയരുത്. പല സ്ഥലത്തും പോലീസ് ആണെന്ന് പോലും ആളുകൾ അറിയാതെ നിങ്ങൾ ഉള്ളിൽ കയറണം. ആ രീതിയിലുള്ള നിർദ്ദേശമാണ് എനിക്ക് തന്നിരുന്നത്. അത് അക്ഷരം പ്രതി അനുസരിച്ചു. അതിന്റെ റിപ്പോർട്ട് അന്ന് സീൽഡ് കവർ പൊട്ടിച്ചപ്പോൾ ശരിക്കും പറയണമെങ്കിൽ എല്ലാവരും വന്ന് എഴുതി കൊടുത്തിരിക്കുന്നു RCM 1 എന്നാണ്. 1ാം നമ്പറായിട്ട് RCM എഴുതി കൊടുത്തിരിക്കുന്നു. ഞാൻ അത്ര കെയർ ചെയ്തില്ല, എല്ലാവരും എഴുതി കൊടുത്തു, ഓക്കെ. പക്ഷെ അന്നത്തെ മേധാവി എന്നോട് ചോദിച്ചു, ഇന്റലിജൻസിന്റെ മേധാവി ചോദിച്ചു, ഇതെന്താ നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് എഴുതി തന്നിരിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ പരസ്പരം അറിയുന്നില്ല, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഞാൻ അന്ന് RCMന്റെ പ്രോഡക്റ്റുകൾ അന്ന് കുറവാണ്, എന്നിരുന്നാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ തിരിച്ചു പോന്നു. അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് എമിഗ്രേഷനിൽ ട്രാൻസ്ഫർ വന്നു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ണൂർ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി. അത് കഴിഞ്ഞ് വീണ്ടും പാലക്കാടേക്ക് എത്തി. അത് കഴിഞ്ഞ് വീണ്ടും കോഴിക്കോട് വന്ന് SPCIDയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്നാണ് റിട്ടയർമെന്റ് ചെയ്യുന്നത്. ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ IBയിൽ കോൺട്രാക്ട് ബേസിൽ ജോലി കിട്ടാനുള്ള ഒരു അവസരം, ജോലി ചെയ്തു 2 കൊല്ലം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ മൈൻഡിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്, കാരണം എനിക്കൊരു പല ഓപ്ഷൻ ഉണ്ടായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം ജോലിക്ക് സാധ്യത ഉണ്ടായിരുന്നു. ഗൾഫിലേക്ക് പോകാനുള്ള ഗൾഫിൽ എന്റെ വൈഫിന്റെ ചേച്ചിയുടെ മകനുണ്ട്, നല്ലൊരു ഇംഗ്ലീഷ് കമ്പനിയിലാണ്, നല്ലൊരു പോസ്റ്റ് ഒക്കെ അവിടെ റെഡിയാക്കിയിരുന്നു. പക്ഷെ വീട് വിട്ടു പോവുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം പൊതുവെ അങ്ങനെ ശീലിച്ചതുകൊണ്ട്, ഒരു പക്ഷേ കൂട്ടുകുടുംബത്തിലൊക്കെ ജനിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി. എന്തായാലും അത് തൽക്കാലം മാറ്റിവെച്ചു. ഞാൻ ആ സമയത്താണ് ഒരു സ്പോൺസർ അന്വേഷണം നടക്കുന്നത്. കാരണം ഇതൊരു സ്പോൺസർ വേണമല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഗവൺമെന്റ് സർവീസിന് റിട്ടയർ ചെയ്തു. അതുകൊണ്ട് ആ ലെവലില് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് റിട്ടയർ ചെയ്ത ആളായിരിക്കണം എന്റെ സ്പോൺസർ എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുവേണ്ടി സത്യം പറയുകയാണെങ്കിൽ ഒരു 5-6 മാസം ഞാൻ എന്നോട് വെറുതെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട് CWRTയുള്ള നമ്മുടെ JP സാർ, ജയപ്രസാദ് സാറിന്റെ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ പലപ്പോഴും ഒരു 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി, പക്ഷെ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. ഇന്നത്തെ നമ്മുടെ റൂബി രഞ്ജിത്ത് സാറിന്റെ ഫാദറിൽ.
എന്തായാലും അത് എങ്ങനെ നിരാശനായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണം, ഇനി ആരെയാണ് ഒരു സ്പോൺസറായിട്ട് സ്വീകരിക്കേണ്ടത് എന്നുമാണ് എപ്പോഴും ഏത് കാലത്തും എന്നോട് ആർസ്യം പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ നാട്ടുകാരനായിട്ടുള്ള ഇന്നത്തെ സ്റ്റാർ അമറോട് നാരായൺ സാറ് വീട്ടിൽ ചായപ്പൊടി കയ്യിൽ വന്നു. തീർച്ചയായിട്ടും എന്തായാലും എനിക്കൊരു സ്പോൺസറുണ്ടല്ലോ, ഒരു സ്പോൺസറല്ലേ വേണ്ടു. എന്നാലും നാരായൺ സാർ എന്റെ നാട്ടുകാരനാണ്, എന്റെ അയൽവാസിയൊക്കെയാണ്, എന്നാലും അയാളുടെ കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്തു. പിന്നെ എന്റെ ഒരു പ്രവർത്തനമായിരുന്നു. എല്ലാവരും ആർസ്യം കൈ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് എല്ലാവരും അല്ല പറയുന്നത്, ഭൂരിപക്ഷം ആളുകളും അത് കൈ കിട്ടിയാൽ എന്താന്ന് തുറന്നു നോക്കാൻ പോലും ചെയ്യാത്ത ആളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നത് മനസ്സിലാക്കി ശരിക്കൊരു നിധിയാണ് എന്നുള്ളത് തിരിച്ചറിവ് പലർക്കും വരുന്നില്ല എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞവരാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ് ആർസ്യമിന്റെ സ്റ്റേറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നത് നമ്മുടെ ശക്തരായിട്ടുള്ള ലീഡേഴ്സ്. അവരാണ് അത് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു പലരും. അവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളും ആ ലെവലിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ലെവലില് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് കിട്ടിയ ഉടനെ തന്നെ ഹോം മീറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തു. എനിക്കറിയാം ഏകദേശം, കാരണം നെറ്റ്വർക്കിൽ എന്ത് ചെയ്യണം, ഹോം മീറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആ വീട്ടിൽ ഒരുപക്ഷെ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി അയാളുടെ നമ്മളെ പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുത്താൽ അയാൾ മാത്രമേ ഇത് മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ ഒരു വീട്ടിലേക്ക് ചെന്ന് അവിടെ നമ്മളൊരു ക്ലാസ് കൊടുക്കുമ്പം ആർസിഎമ്മിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പം അവിടെയുള്ള എല്ലാവർക്കും, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ജോയിൻ ചെയ്ത വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ ആ വീട്ടിലെ വേറെ ഏതെങ്കിലും മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഒരാൾക്ക് ആ താല്പര്യം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതോടുകൂടി അത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. എന്നെ സംബന്ധിച്ചോളം കൊഴിഞ്ഞുപോക്ക് എന്നൊരു സംഭവം എന്റെ ഇതിൽ വളരെ കുറവാണ്. നമ്മൾ റേഷ്യോ പറയാറുണ്ട് പലപ്പോഴും. ആ റേഷ്യോയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്റെ ടീമിൽ വന്നിട്ടുണ്ട്. കാരണം ഞാനത് കറക്റ്റ് ആയിട്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് നടത്തുന്നു, അവർക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നു, കുടുംബം മൊത്തം പറഞ്ഞു കൊടുക്കുന്നു. ആ രീതിയിലാണ് ഞാനന്ന് അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ പ്രവർത്തനമായിരുന്നു. ഒരുപക്ഷെ 7 ഹോം മീറ്റിംഗ് കൊടുത്ത ഒരു ദിവസം, ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് ചെയ്തിട്ടുണ്ട്. 7 ഹോം മീറ്റിംഗ്. അത് രാത്രി ഒന്ന് കണ്ണൂർ കോഴിക്കോടിന്റെ ബോർഡറിൽ തുടങ്ങിയിട്ട് ഏകദേശം മലപ്പുറം കോഴിക്കോടിന്റെ ബോർഡറിലേക്ക് എത്തി. അരീക്കോടായിരുന്നു 7ാമത്തെ മീറ്റിംഗ്. അത് അന്ന് വെച്ചിരിക്കുന്നത് രാത്രി 8 മണിക്കായിരുന്നു. പക്ഷെ അന്ന് സൗദി അറേബ്യയിലെ ഒരു മനുഷ്യനാണ്, അദ്ദേഹം വന്നത് രാത്രി 10 മണിക്കാണ്. ഒരു 11 മണിയോടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ആ ലെവൽ ഞാൻ പറയുന്നത്. 7 ഹോം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഹോം മീറ്റിംഗിന്റെ ഒരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് അവിടെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ, ഞാനൊരു ബിസിനസ് ആയിട്ട് കണ്ടില്ല. നല്ല പ്രോഡക്റ്റുകൾ ജനം ഉപയോഗിച്ചു, അത് ഇഷ്ടപ്പെട്ടു, അത് ഷെയർ ചെയ്തു. ഇതാണല്ലോ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പ്രവർത്തിച്ചു. ഞാൻ അറിയാതെ തന്നെ ശരിക്കും പറയണമെങ്കിൽ 2020 സ്റ്റാർ പ്ലാറ്റിനമായി ആയിട്ട് മൈസൂർക്ക് പോയപ്പം, മൈസൂർ മീറ്റിങ്ങിന് പോയപ്പം തിരിച്ച് 3-ാം ദിവസം അവിടുന്ന് പേളായിട്ട് ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞാൽ 6ാമത്തെ മാസം തന്നെ സ്റ്റാർ പേളായിട്ട് മാറി. പിറ്റേത്തെ കൊല്ലം എമറാൾഡ് ആയിട്ട് മാറി. ആ ലെവലിലേക്ക് അതിന്റെ ശരിക്കും പറയണമെങ്കിൽ തുടക്കമുണ്ടായിരുന്ന പ്രവർത്തനം ഹോം മീറ്റിംഗ് ഇത് തന്നെയായിരുന്നു. 24 മണിക്കൂർ എന്ന് വേണേൽ പറയാം. ആർസിഎം മാത്രം ചിന്ത, ആർസിഎമ്മിന്റെ ഹോം മീറ്റിംഗ്, മാക്സിമം മീറ്റിംഗുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഹോം മീറ്റിംഗിന് പുറമെ പേഴ്സണൽ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, ഫോണിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ടീമിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ആർസിഎം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്റേതല്ലാത്ത എന്റെ മറ്റുള്ള ടീമുകളിലേക്കാണ്. ഒരുപാട് ആളുകൾ, എനിക്കിത് വളരെ സന്തോഷമുള്ളൂ. അത് ഞാൻ പല മീറ്റിങ്ങുകളിലും പോകുമ്പോൾ അവരൊക്കെ എന്നോട് കാണിക്കുന്ന ആ സ്നേഹം ബഹുമാനമൊക്കെ ഒരുപക്ഷെ അത് ഞാൻ അറിയാതെ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആളുകളിലേക്ക്, കാരണം നമ്മൾ ആർക്ക് ഉപകാരം ചെയ്യുന്നു എന്നുള്ളത്, ആർക്ക് ഉപകാരം ചെയ്ത ഒരുപക്ഷെ അവരിട്ടായിരിക്കില്ല നമുക്ക് അതിന്റെ റിട്ടേൺസ് കിട്ടുന്നത്. പക്ഷേ അത് ഒരു പ്രകൃതി നിയമമാണ്. അത് എവിടുന്നെങ്കിലും കിട്ടിയിരിക്കും. നമ്മൾ നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ, ഒരുപാട് വീടുകളിൽ അസ്വസ്ഥമായിട്ടുള്ള ഒരു പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതലുള്ള പ്രശ്നം മദ്യവും മയക്കുമരുന്നും. മദ്യം ഇപ്പൊ 2ാം സ്ഥാനത്തേക്ക് പോകണു. ഇപ്പൊ മയക്കുമരുന്നിനാണ് സ്ഥാനം ഇരിക്കുന്നത്, ചെറുപ്പക്കാർ മുതൽ. എന്ന് പറഞ്ഞാൽ ഒരു SSLC വരെയൊക്കെ നമുക്കൊരു പക്ഷേ നമ്മുടെ പഠിക്കുന്ന കുട്ടികളെ നമുക്കൊന്ന് കൺട്രോളിൽ കിട്ടിയെന്ന് വരും. അതിനുശേഷം +2 അതുപോലെ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ പോകുന്നു. അവരവിടെ എന്ത് ചെയ്യുന്നു, അവരാരെ കൂടെ കൂട്ടുകൂടുന്നു, ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ സ്ഥാപന മേധാവികൾക്കോ അവർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു ബീഹാർ. പക്ഷെ ആ സ്ഥാനം ഇന്ന് കേരളമാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാം ഒരു ജില്ലയാണ്, ആ ജില്ലയുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ആ ജില്ല ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. ഈ ഓണത്തിന്റെ സമയത്താണ് അതിന്റെ കണക്ക് പുറത്തു പറയാറ്. ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു ജില്ലയായി. തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ TCG പറയുന്നു, നമ്മുടെ ആർസിഎം പറയുന്നു, മദ്യവും മയക്കുമരുന്നും നമുക്ക് വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ. മദ്യപാനികളായിട്ടുള്ള ആളുകൾ ആർസിഎമ്മിലേക്ക് പിടിച്ച് നമ്മൾ കൊണ്ടുവന്ന് അവരെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, റീ അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ട. നമുക്ക് ആർസിഎം പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആയിട്ട് അവരെ മദ്യത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തി അതിന്ന് മാറി വരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നല്ല, വളരെയധികം.
മദ്യത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്ന മാതിരി ഇവരെ മയക്കുമരുന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിലേക്ക് പോവാതെ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ അടുത്ത ദിവസം കോഴിക്കോട് മീറ്റിങ്ങിന് വന്ന ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി, അവനോട് ചോദിച്ചു, എന്താ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു സാർ, വളരെ സന്തോഷമാണ് സാർ, എനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാലോ എന്ന്. ഞാൻ പറഞ്ഞ, അടിച്ചുപൊളി ജീവിതം വേണമെങ്കിൽ നീ RCM മനസ്സിലാക്കുക. നിന്നെ കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കൂ. നിന്റെ പഠന ചെലവ്, നിന്റെ പഠിക്കാനുള്ള ഡിഗ്രിക്കുള്ള പഠന ചെലവ് വരെ നിനക്ക് RCM ഉണ്ടാക്കാം. നിന്റെ വീട്ടുകാരെ ആശ്രയിക്കണ്ടാവും. വളരെ സന്തോഷത്തോടു കൂടി അവൻ തിരിച്ചുപോയി. അവർ ഇന്നലത്തെ മീറ്റിങ്ങിന് അവിടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ലെവലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമുക്ക് നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കണം. ഈ സൊസൈറ്റി നമ്മൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അവരെ മാനസികമായി തകർന്നിരിക്കുകയാണെങ്കിൽ, അവര് മറ്റുള്ള രീതിയിൽ മോശമായ രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് സന്തോഷവും ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ കാണുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ജീവിച്ചാലേ, അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടും സമ്പത്തോടും കൂടി ജീവിച്ചാൽ മാത്രമേ നമുക്കും ആ സന്തോഷവും ആരോഗ്യവും ഒക്കെ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കണം. ആ ഒരു പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയിലെ RCMന്റെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ആരോഗ്യവും സമ്പത്തുമുള്ള നല്ല ജനങ്ങളുള്ള നല്ലൊരു ഇതായിട്ട് നമുക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു ഇന്ന് എന്റെ കുടുംബത്തിലെ എന്റെ കൂട്ടുകുടുംബത്തിൽ ജനിച്ചതാണ്, ഒരുപാട് ബന്ധുക്കളുണ്ട്. പക്ഷെ ആ ബന്ധുക്കളെ പലരെയും ഞാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ കാണുന്ന RCMന്റെ ആളുകളെ കാണുമ്പോൾ ഒരുപാട് സമയം അവരുടെ കൂടെയാണ് എനിക്ക് ചെലവഴിക്കാൻ പറ്റുന്നത്. അവരുടെ കൂടെ ചെലവഴിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. ബന്ധുക്കളെ മോശമായിട്ട് പറയല്ല, നല്ലതാണ്. ഒരു പക്ഷേ ബന്ധുക്കളെ ആയിരിക്കും RCMലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. എനിക്ക് പലപ്പോഴും 1-2 ബന്ധുക്കൾ എന്റെ കൂടെ ഉണ്ട്. അവരെ തന്നെ ഇതിൽ RCMലേക്ക് പറഞ്ഞു കൊടുത്ത് ഇപ്പോഴും അവർക്ക് മനസ്സിലായില്ല. അവരാകെ വാങ്ങുന്നു ആട്ടപ്പൊടിയും ചായപ്പൊടിയും മുളക് പൊടിയും, അല്ല സോപ്പും ഒക്കെ വാങ്ങിക്കും. അല്ലാണ്ട് RCM മറ്റൊരാളുടെ ഷെയർ ചെയ്യാത്ത ബന്ധുക്കളും എന്റെ കൂടെ ഉണ്ട്. അവരങ്ങനെ പോട്ടെ, അത്രയും എനിക്ക് പറയാനുണ്ട്. എന്നാലും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, മീറ്റിങ്ങുകളിൽ അയച്ചു കൊടുക്കും, കേൾക്കട്ടെ. പക്ഷെ RCM നിങ്ങൾക്ക് എപ്പോഴും RCM ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, എന്റെ ഒരു ബന്ധു ഇന്ന് അത്ഭുതപ്പെടുകയാണ്. കാരണം എന്റെ ഇൻകം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗിൽ ആ ഒരു ബന്ധു നുഴഞ്ഞു കയറി എന്ന് പറയാം. അവരെ കണ്ടിട്ട് അവിടെ സ്റ്റേജിലേക്ക് എനിക്ക് ആ ഒരു അവസരമൊക്കെ കിട്ടിയപ്പം അദ്ദേഹം പലരോടും പറയേണ്ടായി, എന്നോട് 4 കൊല്ലം മുമ്പേ പറഞ്ഞിരുന്നു, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല, അതൊക്കെ വന്നോളും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആരെയും ഒഴിവാക്കരുത്. ബന്ധുക്കളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പറഞ്ഞ് നമ്മൾ കൂടെ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ അവർ RCM എത്തിയിട്ടുണ്ടാവും. നമുക്ക് ആവശ്യം നല്ലൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി അങ്ങനെ സൃഷ്ടിക്കപ്പെടും. എന്തായാലും അതേപോലെ എന്റെ മകൻ ദുബായിലെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അവിടെ മൈക്രോബയോളജിസ്റ്റ് എന്ന ജോലിയിൽ, നല്ല ജോലി, ഗവൺമെന്റ് സർവീസ്, നല്ല ശമ്പളം, ഏകദേശം 1,27,000 രൂപ പെർ മന്ത് സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ജോലി റിസൈൻ ചെയ്ത് എന്റെ വീട്ടിലെത്തിയപ്പോൾ ഞാനും വൈഫും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷത്തിലായിരുന്നു. ഏത് രക്ഷിതാവിനും അത് പറ്റും. 1,27,000 വേണ്ട, ഒരു 25,000 രൂപ സാലറി കിട്ടുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ജോലി രാജിവെച്ച് വീട്ടിലെത്തിയാൽ എന്തായിരിക്കും ആ വീട്ടിലൊരു അവസ്ഥ? ഒരുപക്ഷെ ചൂരലുണ്ടെങ്കിൽ അടിച്ചോടിക്കും, നീ ആ ജോലിക്കുന്ന പോ. പക്ഷെ ഇവിടെ ഞങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി എന്നുള്ളതാണ്. ഇന്ന് അവൻ എന്റെ കൂടെ ടെക്നിക്കൽ അച്ചീവറായിട്ട് RCMൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു തോളിൽ കൈയിട്ടുകൊണ്ട് അച്ഛനും മകനും അല്ലാതെ സുഹൃത്തുക്കളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് വീട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മീറ്റിങ്ങുകൾ, നമുക്കറിയാം ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ട്. സൂമിൽ മീറ്റിംഗ് നടക്കുന്നു, ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്നു. എന്റെ വീട്ടിൽ നിങ്ങൾ വന്നോളൂ. ഏത് സൂമിൽ എവിടെ പ്രോഗ്രാം ഉണ്ടോ ആ സമയത്ത് ഇവിടെ എന്റെ വൈഫ് അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഫുൾ അതിലെ മൊബൈലിൽ നോക്കിയിരിക്കുക, അല്ലെ സൂം ഇങ്ങനെ ഇരിക്കുകയല്ല. പക്ഷെ അത് കേൾക്കുന്നു, അവിടുത്തെ ജോലികൾ കംപ്ലീറ്റ് കാര്യങ്ങൾ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ 6 മുതൽക്ക് വൈകുന്നേരം 6:15 റോസസ് പ്ലാറ്റ്ഫോമും, രാത്രി 8:45 9 മണിക്കോ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും അവര് രത്നം എന്നാണ് പേര്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരള സൂം പ്ലാറ്റ്ഫോമിൽ രത്നം എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ മാത്രമേ കാണുള്ളൂ. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, വേറെ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും അത് നിങ്ങൾക്കും കാണാൻ പറ്റും. ഏത് സൂം മീറ്റിംഗ്, വലിയ നമ്മുടെ ഓൾ കേരള ബേസിലും അതിൽ പ്രാദേശികമായിട്ട് നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ. അതുപോലെ ഫിസിക്കൽ മീറ്റിംഗ്, നമുക്കറിയാം ഒരാളെ മീറ്റിംഗിലേക്ക് എത്തിയണമെങ്കിൽ അയാൾ പറയോ, അയ്യോ എന്റെ അടുത്ത് പൈസ ഇല്ല, അല്ലെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ്, കല്യാണമാണ്, വീട്ടില് മറ്റേ ബന്ധുവിന്റെ കല്യാണമാണ്, ഭാര്യന്റെ എഴുത്തിന്റെ അച്ഛന്റെ അമ്മനെ പറഞ്ഞിട്ട് 150 അപ്പുറമായിരിക്കും ഒരു ബന്ധം ഉണ്ടാവുക. അവിടെ അയാളുടെ മകളുടെ കുട്ടീന്റെ പാലുകൂടിയാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളുകൾ ഒരുപാട് നമുക്കുണ്ട്. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല, അവർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആ പോകുന്ന സ്ഥലത്തേക്ക് അവർ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ളത്. ഞങ്ങളുടെ മലബാർ ഏരിയയിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വന്നിട്ട് ശരിക്കും പറയണമെങ്കിൽ അവരെ എങ്ങനെയാണ് കല്യാണ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരുപാട് കല്യാണ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചാൽ നമ്മൾ പോകണം, പക്ഷെ ആ കാര്യങ്ങൾ കഴിഞ്ഞ ഉടൻ തിരിച്ചു പോരുക. ഞാൻ പല കല്യാണത്തിനും പോകുന്നത് ഒന്നുകിൽ ബിഫോർ ആണ്, അല്ല ആഫ്റ്റർ ആണ്. കാരണം എനിക്ക് ആ സമയത്ത് അവിടെ പോകാൻ പറ്റിയത് വരില്ല. പക്ഷെ ഞാനിവിടെ ഞങ്ങളുടെ നാട്ടുനടപ്പ് പ്രകാരം, ഇവിടേക്കുള്ള കോഴിക്കോടൊക്കെ പ്രകാരം അവിടെ ഒരു കവറൊക്കെ കൊടുത്തിട്ടാണ് പോവുക, എന്നതിൽ കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തു പോരും. അത് അന്ന് ഞാൻ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തപ്പം കൊടുത്തതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ 10 ഇരട്ടിയൊക്കെ കൊടുത്തിട്ടാണ് പോരുന്നത്. അവിടെ 1000 പേര് ആ കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ മാത്രമായിരിക്കും അന്ന് അവിടെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുക. ഞാൻ വൈകിച്ചെന്നത് അവർക്ക് ഒരു വിഷയമല്ല, അല്ലെങ്കിൽ നേരത്തെ പോയത് ഒരു പ്രശ്നമല്ല.
എന്തുകൊണ്ട് RCM എനിക്കത് തന്നുകൊണ്ടിരിക്കുന്നു, അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ എന്ത് ചെയ്യണം? RCM മനസ്സിലാക്കണം. RCM പ്രോഡക്റ്റ് പഠിച്ചാൽ മാത്രമേ നമ്മൾ അത് മറ്റുള്ളവർക്ക് പറയുള്ളൂ. നമ്മൾ മറ്റുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്, രാഷ്ട്രീയ കാര്യങ്ങളാണ് കേൾക്കുന്നത്, ഇറാഖ് യുദ്ധം അല്ലെങ്കിൽ മറ്റുള്ള യുദ്ധം, റഷ്യൻ ഉക്രൈൻ യുദ്ധമാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കേട്ട് നമ്മൾ അതിന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇവിടെ RCM പ്രോഡക്റ്റുകൾ പഠിച്ചാൽ നമ്മളത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന രീതിയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബം എന്നും നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, നമുക്ക് നല്ലൊരു സ്വസ്ഥമായിട്ടൊരു ജീവിതം വേണമെങ്കിൽ, സന്തോഷം, സമാധാനവും ഐശ്വര്യവും എല്ലാം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ RCM മനസ്സിലാക്കണം, RCM പ്രോഡക്റ്റുകൾ മനസ്സിലാക്കണം. ഒരാളെയും നമ്മൾ ആശ്രയിക്കരുത്, ഒരു ലീഡറെ നമ്മൾ കാത്തു നിൽക്കരുത്. നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരെ നമ്മളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കുക, അവരെ നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ കൊണ്ടു നടക്കുക. തീർച്ചയായിട്ടും വലിയൊരു വിജയമായിരിക്കും നമുക്ക് സംഭവിക്കുക. അതുകൊണ്ട് ഇവിടെ സമയത്തിന്റെ ഒരു കുറവുണ്ട്, കാരണം ഇനി ചെറിയൊരു പ്രോഗ്രാം കൂടി ഇതിൽ വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും GRCM, ഗുഡ് RCM. GRCM. അപ്പൊ എല്ലാവർക്കും RCM എന്താണെന്ന് അറിയാത്ത ഒരു സംശയം ഉണ്ടാവില്ല അല്ലെ? RCM എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജീവിത രീതിയാണ്. നമ്മളൊരു നല്ല മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് RCM വിജയിക്കാൻ പറ്റും, യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് മാത്രമേ RCM ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മറ്റുള്ള ആൾക്കാർ, ഇതൊരു സർവീസ് കൂടിയാണ്. കാരണം മറ്റുള്ള ആളുകൾക്ക് ആരോഗ്യവും സമ്പത്തും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെ നമ്മൾ RCM വന്നു കഴിഞ്ഞാൽ നമ്മൾ RCM വിജയിച്ചിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഇവിടെ വേണുഗോപാൽ സാർ പറഞ്ഞു അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛനും മകനും കൂടി ഒരു കോമ്പോസിഷൻ. ഇതന്നെയല്ലേ ഒരു യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ്, യഥാർത്ഥ ബിസിനസ് എന്ന് പറയാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കൂ, മറ്റേതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നിങ്ങൾ ഇത് കാണിച്ചു തരാൻ പറ്റുമോ? രാവിലെ 6 മണിക്ക് ഉദയകിരണം പ്രോഗ്രാമില് അച്ഛനും മകനും കൂടിയാണ് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നിങ്ങൾക്ക് വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ, ലീഗലായിരിക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ കാണിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് യാതൊരു സംശയമില്ല എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം RCM വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല മനുഷ്യനാവുക, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള, മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്, എന്റെ പേര് വിപിൻ മേനോൻ എന്നാണ്, ടെക്നിക്കൽ അച്ചീവർ ആണ് RCM ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ് ബേസിക്കലി. ഞാൻ ആ ജോലി, ഇതാണ് അച്ഛൻ നേരത്തെ സംസാരിച്ചു, ആ ജോലി ദുബായ് ഹെൽത്ത് അതോറിറ്റിയിലെ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്ന ജോലി ഒഴിവാക്കിയിട്ടാണ് ഞാൻ RCM വന്നിട്ടുള്ളത്. അത് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള മറ്റൊരു കാരണം ചില ആൾക്കാർ ഒരു ധാരണയുണ്ട്, ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനി പണിയില്ലാത്തവർക്ക് പണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. എന്നാൽ അങ്ങനെയല്ല. ഏതൊരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഏതൊരു വലിയ ജോലി, നിങ്ങൾ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, മറ്റേത് ഫീൽഡിലുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഏറ്റവും സന്തോഷപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ് RCM. അതിൽ യാതൊരു സംശയവുമില്ല. ശരിക്കും ഈ ഡയറക്ട് സെല്ലിംഗ് ആര് കണ്ടുപിടിച്ചു എന്നല്ല, നിങ്ങൾ ആലോചിച്ചു, ഈ ഡയറക്ട് സെല്ലിംഗ് എന്നൊരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ ഒരു ബിസിനസ്സുകാരിയോ ആയി മാറാൻ വേണ്ടി പറ്റുക? ഒരു പൈസയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അല്ലെ? നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു, ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് മാറ്റുന്നു, നമുക്ക് കമ്പനി വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്നു, ബിസിനസ് അവസരം കൂടി തരികയാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ഓഫർ എന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാല് ഓഫറുകൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരികയാണ്. എന്തിനാണ് ഓഫർ തരുന്നത്? ഓഫർ തരുന്നത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് RCM വലിയ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുകൂടിയുള്ള സപ്പോർട്ടാണ് നമുക്ക് ഈ ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ സ്ലൈഡ് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ബ്രാൻഡ് പാർട്ട്ണർ ആയിട്ടുള്ള RCM അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് പാർട്ട്ണർ ആയിട്ടുള്ള ന്യൂട്രിചാർജിന്റെ ഓഫർ എല്ലാവരും ഈ മാസം, ജൂൺ മാസം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഓഫറാണ് ന്യൂട്രിചാർജ് തരുന്ന 60 ന്യൂട്രിചാർജ് റിഫ്രഷർ സ്വന്തം ഐഡിയിൽ ബിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ന്യൂട്രിചാർജിന്റെ മനോഹരമായ ടീഷർട്ട് കമ്പനി സമ്മാനിക്കുന്നതാണ്. നിങ്ങൾ നോക്കിക്കൊള്ളുക. അതായത് 60 ന്യൂട്രിചാർജ് റിഫ്രഷർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, കാരണം ഒരു വ്യക്തിക്ക് യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാതെ ഏറ്റവും ആരോഗ്യദായകമായിട്ടുള്ള റിഫ്രഷർ, അതായത് എനർജി ഡ്രിങ്ക് ആണ് ന്യൂട്രിചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഫ്ലേവറുകളിലുണ്ട്, ഒന്ന് പൊമഗ്രാനേറ്റ് ഉണ്ട്, ഒന്ന് നമ്മുടെ ഓറഞ്ച് ഉണ്ട്. ഈ 2ലും ഏതെങ്കിലും ഒന്ന്, നിങ്ങൾ ഏതോ 1, 2 ഏതോ ആയിക്കോട്ടെ, 60 സ്വന്തം ഐഡിയിൽ നിങ്ങൾ ഈ ജൂൺ മാസം 30-ാം തീയതിയുടെ ഉള്ളിൽ ബിൽ ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് ന്യൂട്രിചാർജിന്റെ വക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ടീഷർട്ട് സമ്മാനമായിട്ട് കിട്ടുകയാണ്. അത് ഇട്ടിട്ട് നിങ്ങൾക്ക് വലിയ ഇവന്റുകൾ, രാജഗിരി ഓഡിറ്റോറിയത്തിൽ വരാൻ പോകുന്ന ഇവന്റ് ഉണ്ട്, കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വരാൻ പോകുന്ന ഇവന്റ് ഉണ്ട്, അതിനെക്കാളും വലുതായിട്ട് അറ്റ്ലസ് കൺവെൻഷൻ സെന്റർ അങ്കമാലിയിലെ വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്, അങ്ങനത്തെ ഇവന്റ് ഉണ്ട്. എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് ന്യൂട്രിചാർജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് പങ്കെടുക്കാനുള്ള വലിയൊരു അവസരമാണ് കമ്പനി തരുന്നത്. 60 ന്യൂട്രിചാർജ് റിഫ്രഷർ സ്വന്തം ഐഡിയിൽ ബില്ലടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. അപ്പൊ ജൂൺ മാസം 30-ാം തീയതി ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ സ്വന്തം ഐഡിയിൽ 60 ന്യൂട്രിചാർജ് റിഫ്രഷർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, ഈ മനോഹരമായ ടീഷർട്ട് സ്വന്തമാക്കുക. ഇതാണ് ആദ്യത്തെ ഓഫർ എനിക്ക് പറയാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്കറിയാം, ന്യൂട്രിചാർജ് വുമൻ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു 13-14 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് ഇപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് അല്ലെ, പീരീഡ്സ്. അവർക്ക് വയറുവേദന, മറ്റു പ്രശ്നങ്ങൾ, ക്ഷീണം, രക്തമില്ലായ്മ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ഗംഭീര പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജിന്റെ വുമൻ. ന്യൂട്രിചാർജ് വുമൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് 5 എണ്ണം സെൽഫ് ഐഡിയിൽ ബിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്രിചാർജ് വീരാങ്കണ എന്ന് പറയുന്ന ന്യൂട്രിചാർജിന്റെ സ്പെഷ്യൽ കാറ്റഗറി, അതായത് അവർ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു, ഒരുപാട് അറിവുകൾ തരുന്നു, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നു. കാരണം ഈ അറിവുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമുക്കൊരു സാധനം കയ്യിൽ കിട്ടിയോണ്ട് കാര്യമില്ല, അത് എന്താണെന്നും എങ്ങനെയാണെന്നും മറ്റുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവരെയും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് ബ്രാൻഡ് പാർട്ട്ണർ നമുക്ക് തരുന്നത്. വെറും 5 ന്യൂട്രിചാർജ് വുമൻ ഈ ജൂൺ മാസം 30-ാം തീയതിയുടെ ഉള്ളിൽ നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ ബിൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ന്യൂട്രിചാർജ് വീർ അല്ലെങ്കിൽ വീരാങ്കണ എന്ന് പറയുന്ന സെഗ്മെന്റ്, വീരാങ്കണ എന്ന് പറയുന്നത് ലേഡീസിന് വേണ്ടിയിട്ടും വീർ എന്ന് പറയുന്നത് ജെൻസിന് വേണ്ടിയിട്ടുമാണ്. ഈ സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അവസരം മിസ് ചെയ്യാതിരിക്കുക. ന്യൂട്രിചാർജ് വുമൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളിൽ ഏറ്റവും കൂടുതൽ സെല്ലായിക്കൊണ്ടിരിക്കുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ് ന്യൂട്രിചാർജ് വുമൻ. ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഈ ജൂൺ മാസം 30-ാം തീയതിയുടെ ഉള്ളിൽ സെൽഫ് ഐഡിയിൽ 5 ന്യൂട്രിചാർജ് വുമൻ ബിൽ ചെയ്ത ഒരു വ്യക്തിക്ക് ന്യൂട്രിചാർജ് വീരാങ്കണ സെഗ്മെന്റിലേക്ക് എൻട്രി ലഭിക്കുന്നതാണ്. ഈ അവസരം പാഴാക്കാതിരിക്കുക. അടുത്ത ബ്രാൻഡ് പാർട്ട്ണർ നമുക്കറിയാം, നമ്മളുടെ അടുത്ത ബ്രാൻഡ് പാർട്ട്ണറാണ് ഗുഡ് ഡോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ആരോഗ്യദായകമായിട്ടുള്ള ഏറ്റവും ആരോഗ്യം തരുന്ന വെഗാൻ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കും. വളരെ ഈസിയാണ്. വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തികൾക്ക് ആയുസ്സും ആരോഗ്യവും ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കുള്ള ഒരു സ്പെഷ്യൽ ബ്രാൻഡ് പാർട്ട്ണറാണ് ഗുഡ് ഡോട്ട് ഇതാ വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ജൂലൈ 10-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാം തിരുവനന്തപുരം ജൂലൈ 10-ാം തീയതി, കോട്ടയം 11-ാം തീയതി, തൃശൂർ 12-ാം തീയതി, കോഴിക്കോട് 13-ാം തീയതി, കണ്ണൂർ 14-ാം തീയതി, ജൂലൈ മാസം ഗംഭീരമായിട്ടുള്ള ഒരു ഗുഡ് ഡോട്ട് പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം കോഴിക്കോട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഗുഡ് ഡോട്ട് പ്രോഗ്രാമിന്റെ കൂടെ തന്നെ കോഴിക്കോട് ഫയർ പ്രോഗ്രാം കൂടി നടക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഈ ഗുഡ് ഡോട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും എൻട്രി ഇല്ല. ഗുഡ് ഡോട്ടിന്റെ ടോപ്പ് 500 അസോസിയേറ്റ് ബയേഴ്സ്, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്കറിയാം. നൂഡിൽസ്, നമ്മളെ ഗുഡ് ഡോട്ട് നൂഡിൽസ് ഉണ്ട്, ഗുഡ് ഡോട്ട് പ്രോട്ടീൻസ് ഉണ്ട്, ഗുഡ് ഡോട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ട്. ഗുഡ് ഡോട്ടിൻ്റെതായിട്ടുള്ള സെഗ്മെന്റിലെ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റും ഏറ്റവും കൂടുതൽ സെൽഫ് ഐഡിയിൽ ബിൽ ചെയ്തുകൊണ്ട് ഗുഡ് ഡോട്ടിൽ ടോപ്പ് 500 അസോസിയേറ്റ് ബയേഴ്സിനെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് വരാൻ പോകുന്നത്. ഇത് കേരളത്തിൽ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. കേരളത്തിൽ 5 സ്ഥലത്താണ് ഈ പ്രോഗ്രാം ഉള്ളത്. ജൂലൈ മാസം 10-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 11-ാം തീയതി കോട്ടയം, 12-ാം തീയതി തൃശൂർ, 13-ാം തീയതി കോഴിക്കോട്, 14-ാം തീയതി കണ്ണൂർ. ഇത്രയും സ്ഥലത്താണ് ഗുഡ് ഡോട്ടിന്റെ പ്രോഗ്രാം ഉള്ളത്. ഇതിൽ നിരവധി സമ്മാനങ്ങളുമായിട്ടാണ് ഗുഡ് ഡോട്ട് വരുന്നത്. നമുക്കറിയാം ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്, ഇഡ്ഡലി മേക്കർ ഉണ്ട്, വാൾ ക്ലോക്ക് ഉണ്ട്, ഗ്ലാസ് സെറ്റ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ലഞ്ച് ബോക്സ് ഉണ്ട്, മൾട്ടിപർപ്പസ് കെറ്റിലുകൾ ഉണ്ട്. ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് ഗുഡ് ഡോട്ടിന്റെ മനോഹരമായിട്ട് ഭക്ഷണത്തോടു കൂടിയുള്ള ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സമയം പാഴാക്കാതെ ഗുഡ് ഡോട്ട് പ്രോഡക്ട്സ് മാക്സിമം നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ ബിൽ ചെയ്തുകൊണ്ട്
നിങ്ങൾക്ക് എന്ത് വേണം? ഈ 500 ടോപ്പ് 500 അസോസിയേറ്റ് ബയേഴ്സിൽ ഒരാളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഈ ഫ്രീ എൻട്രി കിട്ടുന്നതായിരിക്കും വിത്ത് ഫുഡ്. അപ്പം ഇതാണ് രണ്ടാമത്തെ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത്. നമ്മുടെ ഗുഡ് ഡോട്ടിൽ നിന്നാണ്, ആരും മറക്കാതിരിക്കുക. ജൂൺ മാസം 30 ഈ ഓഫർ അവസാനിക്കുന്നതായിരിക്കും. അടുത്ത വരാൻ പോകുന്നു നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ തന്നെ ലെജൻഡ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ സുരേന്ദ്ര ഭട്ട് സാർ ജൂലൈ മാസം 28 അതായത് അടുത്ത മാസം 28 രാജഗിരി ഓഡിറ്റോറിയത്തിൽ നമ്മളെ കാണാൻ വേണ്ടി വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡയറക്ട് സെല്ലിങ്ങിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. അതായത് അസോസിയേഷൻ ഡയറക്ട് സെല്ലേഴ്സിന്റെ അസോസിയേഷനിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഏത് ബിസിനസ്സിലാണുള്ളത്? ഏത് കമ്പനിയുടെ റെപ്രസെന്റ് ചെയ്യുന്നു? RCMനെ റെപ്രസെന്റ് ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു അവസരം നമ്മളെ നമുക്കറിയാം, ഇത് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയാം. മാസം 50 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തി നമ്മൾക്ക് ആ വഴി എങ്ങനെ 50 ലക്ഷം നിങ്ങൾക്ക് RCMലൂടെ വാങ്ങാൻ പറ്റും എന്ന കാര്യം പഠിപ്പിക്കാനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹം എറണാകുളത്ത് വരുന്നു, രാജഗിരി ഓഡിറ്റോറിയത്തിൽ. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ ആകെ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ വേഗം തന്നെ RCMന്റെ മന്ത്ലി ബോണസും ആനുവൽ ബോണസും കിട്ടുന്ന ലെവലായിട്ടുള്ള ഓപ്പണർ ആൻഡ് എബവ് ലെവലിലേക്ക് ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ ജൂൺ മാസം നിങ്ങൾ എത്തിച്ചേരുക. ഒപ്പം നമ്മുടെ സുരേന്ദ്ര ഭട്ട് സാറിന്റെ കൂടെ നമ്മളുടെ സഫയർ മൂർത്തി സാറിന്റെ സെഷൻ ഉണ്ടാവും. നമ്മുടെ കോളിയുടെ സ്റ്റാർ റൂബി സുജിത് സാറിന്റെ സെഷൻ ഉണ്ടാവും. ഗംഭീരമായിട്ടുള്ള ഒരു സദ്യ തന്നെയായിരിക്കും ആ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RCM ഒരു വലിയ ബിസിനസ് ആണ്, വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഈ ഒരു സംഭവം തന്നെ മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? അറിവുകളാണ്. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? മറ്റുള്ളവരിൽ ഇത് എത്തിക്കേണ്ടത് എന്താണ്? അറിവുകൾ മാത്രമാണ്. ഈ അറിവുകൾ എങ്ങനെ ഈ ലെവലിൽ എത്തിയുള്ള വ്യക്തിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജൂലൈ മാസം 28 രാജഗിരി ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും തന്നെ എത്തുക. ഇതിന് എത്താൻ വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ. ഏപ്രിലും മെയ്യും കഴിഞ്ഞു. ഇത് ജൂൺ മാസം മാത്രമേ ഉള്ളൂ. ജൂൺ മാസം 30 ഉള്ളിൽ പുതിയ ലെവലായിട്ടുള്ള ഓപ്പണർ ആൻഡ് എബവ് ആൾക്കാരെ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് രാജഗിരി ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജിൽ കയറാനുള്ള വലിയ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുകയാണ്. രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നിങ്ങൾ ഒരു മൊമെന്റോ, നിങ്ങൾ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാല് അതും ആരെ കയ്യിൽ നിന്ന്? നമ്മുടെ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാർ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാമിൽ നിങ്ങൾ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വേഗം ഓപ്പണർ ആയിക്കോളുക. ഓപ്പണറായ ആൾക്കാർ അതിന്റെ മുകളിലുള്ള ലെവലുകളിൽ എത്തിക്കുക എന്ന് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അപ്പം അടുത്ത പ്രോഗ്രാം വരുന്നത് ജൂലൈ മാസം 28 രാവിലെ 9 മണി മുതൽ നമ്മുടെ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിന്റെ ഒരു പ്രോഗ്രാമാണ്. അതിലുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് പുതിയ ഓപ്പണർ ആൻഡ് എബവ് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു പ്രോഗ്രാമാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കോഴിക്കോടാണ്. കോഴിക്കോട് കേരളത്തിലെ എല്ലാ വ്യക്തികളും കോഴിക്കോടേക്ക് വരുന്നു. ഓഗസ്റ്റ് മാസം 4 ഇന്നലെ നമ്മുടെ കമ്പനിയുടെ RCM കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള അമിത് ജി ഇന്നലെ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞാനും എല്ലാവരും കൂടിയാണ് നളന്ദ ഓഡിറ്റോറിയം പോയിട്ട് ആ ഓഡിറ്റോറിയം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാം വരുന്നത് ഓഗസ്റ്റ് മാസം 4 അതായത് ഒരു പുതിയ വ്യക്തിയെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പുതിയ വ്യക്തി എന്ന് പറയുന്നത് അവർ വരേണ്ടത് ഈ മാസമായിരിക്കണം. അതായത് 4500 PV ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലോ 2000 PV ജൂൺ മാസങ്ങളിലോ. ഇനി പുതിയ വ്യക്തിയാണെങ്കിൽ 1000 PVയുടെ ഉൽപ്പന്നങ്ങൾ ഈ മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് 4 നടക്കുന്ന RCMന്റെ അൺലോക്കിംഗ് ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് കമ്പനി അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാൻ കാരണം ഞാനും കൂടിയാണ് അതിന്റെ എന്തൊക്കെയാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത് എന്ന കാര്യം കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള വ്യക്തി എന്നോട് കൂടിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയായിരിക്കും കോഴിക്കോട് നളന്ദയില് 4 ഓഗസ്റ്റ് മാസമാണ്, ജൂലൈ അല്ല, ഓഗസ്റ്റ് മാസം 4 കോഴിക്കോട് വെച്ചിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നുകൂടി പറയാം. 4500 PV ടോട്ടൽ ആയിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലോ
2000 PV ജൂൺ മാസങ്ങളിലോ അത് നിലവിലുള്ള അസോസിയേറ്റ് ബയേഴ്സിനാണ്. ഏത് 4500 PV ഏപ്രിൽ മെയ് ജൂൺ മാസം കൂടെയോ, അല്ലെങ്കിൽ 2000 PV ജൂൺ മാസത്തിൽ സെൽഫായിട്ടോ, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി, പുതിയ ആള് ജോയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയാണ്, ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയോട് എങ്ങനെ 2000 PV പറയും? 2000 PV ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നല് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1000 PV ഈ പുതിയ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആയ ആൾക്കാർ റീആക്ടിവേറ്റ് ചെയ്താൽ 1000 PV അവരുടെ സെൽഫ് ഐഡിയിൽ ചെയ്താലോ നിങ്ങൾക്ക് 4-ാം തീയതി ഓഗസ്റ്റ് മാസം 4-ാം തീയതി നടക്കുന്ന നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചുള്ള RCMന്റെ അൺലോക്കിംഗ് ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിത്ത് ഫുഡാണ്, ഗംഭീര പ്രോഗ്രാം ആയിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് ഈ മാസം ജൂൺ മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ആ പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാം, RCM എന്ന് പറയുന്നത് 4 കോടി അസോസിയേറ്റ് ബയേഴ്സ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. എല്ലാവരെയും കൂടി ഒരു ഹോൾഡ് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ ക്രൈറ്റീരിയ വെക്കുന്നു. 4500 PV ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലോ, 2000 PV ജൂൺ മാസങ്ങളിലോ, ഇനി പുതിയ ജോയിൻ ചെയ്ത വ്യക്തിയോ ആക്ടിവേറ്റ് ചെയ്ത വ്യക്തിയോ ആണെങ്കിൽ 1000 PV ഈ മാസം 30-ാം തീയതിയുടെ ഉള്ളിൽ സെൽഫ് ഐഡിയിൽ ചെയ്തു കഴിഞ്ഞാൽ 4-ാം തീയതി ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് കോഴിക്കോട് നടക്കുന്ന ഗംഭീരമായ RCM ഇവന്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. ഇതിന്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് വെറും 7 ദിവസം ബാക്കിയുള്ള ജൂൺ മാസം 30-ാം തീയതിയാണ്. മറക്കാതിരിക്കുക. ഇനിയാണ് വരാൻ പോകുന്നു ഓഗസ്റ്റ് മാസം അടുത്ത വലിയൊരു ഇവന്റ്. ഓഗസ്റ്റ് 25-ാം തീയതി അറ്റ്ലസ് കൺവെൻഷൻ സെന്റർ 10,000 പേരുടെ ഒരു പ്രോഗ്രാം വരാൻ പോവാണ്. നമുക്ക് RCMലൂടെ കേരളത്തിൽ ആദ്യമായിട്ട് 10,000 പേര് പങ്കെടുക്കുന്ന അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിലെ ഈ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഗസ്റ്റ് മാസം 25-ാം തീയതി നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനും വേണ്ടത് സെയിം ക്രൈറ്റീരിയ ആണ്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ ടോട്ടൽ 4500 PV ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലോ, 2000 PV ഈ ജൂൺ മാസത്തിലോ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ കൊണ്ട് 1000 PV സെൽഫ് ഐഡിയിൽ വാങ്ങിക്കുക. ടെർമിനേറ്റ് ആയി ആക്ടിവേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും അവരെ കൊണ്ട് 1000 PV വാങ്ങിച്ചാൽ അവർക്ക് അറ്റ്ലസ് കൺവെൻഷൻ സെന്റർ എറണാകുളം അല്ലെങ്കിൽ കറുകുറ്റി വെച്ച് നടക്കാൻ പോകുന്ന 10,000 പേരുടെ ഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റിലേക്ക് അവര് പ്രവേശനം ലഭിക്കുന്നതാണ്. ഇത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. കാരണം ഒന്നിനേക്കാളും വലുത് മറ്റത് എന്ന രീതിയിലേക്കാണ് RCM പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനും വലിയൊരു സാധ്യത ഇനി വരാനില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഇന്ന് എല്ലാ അച്ചീവേഴ്സും പറയുന്ന മാതിരി ഇഷ്ടം പോലെ പണം നമ്മളുടെ അക്കൗണ്ടിൽ വരും, ഇഷ്ടം പോലെ സന്തോഷം നമുക്ക് കിട്ടും, ഇഷ്ടം പോലെ ആരോഗ്യവും കിട്ടും. അത് യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇതിനും വേണ്ട ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ 4500 PV ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലോ, 2000 PV ജൂൺ മാസം അതായത് 30-ാം തീയതിക്കുള്ളിലോ, 1000 PV പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയോ ടെർമിനേറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയോ സെൽഫ് ഐഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് RCM സോണൽ ഇവന്റ്, അതായത് ഓഗസ്റ്റ് 25-ാം തീയതി നടക്കുന്ന RCM സോണൽ ഇവന്റിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടെ ഡയമണ്ട് ക്ലബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്, ക്രൗൺ ക്ലബ്, ഇത്രയും ക്ലബായ അച്ചീവേഴ്സിനെ, ഇത്രയും ക്ലബ് ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ചീവേഴ്സിനെ ഒന്ന് അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു, സൂപ്പർ ഡയമണ്ട് ചെയ്യുന്നു, സ്റ്റാർ ഡയമണ്ട്, ഞാനൊരു ഡയമണ്ട് ക്ലബ് മെമ്പറാണ്. ഡയമണ്ട് ക്ലബ് ചെയ്യുന്നവരും സൂപ്പർ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നവരും സ്റ്റാർ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നവരും ക്രൗൺ ക്ലബ് ചെയ്യുന്ന ആളുകളും നിങ്ങൾ റെഡി ആയിരുന്നോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ ഓഗസ്റ്റ് 25-ാം തീയതി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ ഉണ്ടാവുക? അതായത് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുന്നുണ്ടാവും ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട്. അതായത് എന്തൊക്കെ ബ്രാൻഡ് വൈസ് ആയിട്ട് കീസോൾ പർച്ചേസ് ചെയ്യുന്നത്, ഗാമ ഒറിജിനൽ പർച്ചേസ് ചെയ്യുന്നു, ഹരിൻ സഞ്ജീവനി പർച്ചേസ് ചെയ്യുന്നവര്, പെയിന്റ് തുളസി പെയിന്റ് പർച്ചേസ് ചെയ്യുന്നവര്, ന്യൂട്രി ചാർജ് പർച്ചേസ് ചെയ്യുന്നവര്, ഗുഡ് ഡോട്ട് പർച്ചേസ് ചെയ്യുന്നവര്, സ്വച്ഛ പ്രോഡക്ട്സ് നമുക്കറിയാം,
സ്വച്ഛ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവര് ഇത്രയും ആളുകളെ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും സ്റ്റേജിൽ ഒരു ട്രോഫിയും തന്നിട്ട് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ഇനി സോൺ വൈസ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെയും ട്രോഫി തന്നിട്ട് അവിടെ ആദരിക്കുന്നുണ്ടാവും. ടോപ്പ് 3 പർച്ചേസേഴ്സ്, സോണില് ഏറ്റവും ടോപ്പ് 3 പർച്ചേസറെ പ്രത്യേകമായിട്ട് അവിടെ ട്രോഫി തന്നിട്ട് ആദരിക്കുന്നുണ്ടാവും. ഹൈജീനിക് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ കീസോണിന്റെ ഹൈജീനിക് പ്രോഡക്ട്സിൽ ടോപ്പ് 3 പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെയും ഈ ആസിയം സോണൽ ഇവന്റിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ഇത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്ന ആസിയം വണ്ടർവേൾഡ് ക്വിക്ക് PUCകളെ അവിടെ സർട്ടിഫിക്കറ്റും ട്രോഫിയോ തന്നിട്ട് അംഗീകരിക്കുന്നുണ്ടാവും. ഡിസ്പ്ലേ വാൾ ചെയ്യുന്ന ആൾക്കാർ, ഹോം ഡെലിവറി സ്റ്റോറുകളെ അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. ടോപ്പ് 3 ഡിപ്പോ, നമുക്കറിയാം കേരളത്തിൽ തന്നെ 6 ഡിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ. ഇതിൽ ടോപ്പ് 3 ആയിട്ട് ചെയ്യുന്ന 3 ഡിപ്പോകളെ അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. കീസോൾ ഔട്ട്ലെറ്റുകൾ നമുക്കറിയാം അല്ലെ. കീസോളിന്റെ ഔട്ട്ലെറ്റുകളിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്ന ടോപ്പ് 3 കീസോൾ ഔട്ട്ലെറ്റിനെ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ടോപ്പ് 3 വണ്ടർ വേൾഡ് ആളുകളെ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ടോപ്പ് 3 തുളസി പെയിന്റ് സ്റ്റോറിനെ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ടോപ്പ് 3 ഹോം ഡെലിവറി സ്റ്റോറുകളെയും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ ഓഗസ്റ്റ് 25 നിങ്ങളെ കാത്തിരിക്കുന്നത്. മാത്രമല്ല, പുതിയ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ്, അതായത് നിങ്ങൾ ഈ മാസം ഓപ്പണർ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പുതിയ ഓപ്പണറെയോ പുതിയ ഈഗിളിനെയോ പുതിയ റണ്ണറെ പുതിയ വിന്നറെ പുതിയ സ്റ്റാർ ഇത്രയും ആൾക്കാരെ അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. ആകെ നിങ്ങളുടെ മുന്നിലുള്ളത് 7 ദിവസം മാത്രമേ ഉള്ളൂ. പുതിയ വൈറ്റൽ അച്ചീവേഴ്സിനെ ആ ഒരു സ്റ്റേജിൽ അംഗീകരിക്കുന്നുണ്ടാവും. അപ്പോൾ പുതിയ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിന് ഡബിൾ ഡമാലാണ്. അതായത് നമ്മുടെ രാജഗിരി ഓഡിറ്റോറിയത്തിൽ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സർ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ അംഗീകാരം കിട്ടും. ഒപ്പം നിങ്ങൾക്ക് അറ്റ്ലസ് കൺവെൻഷൻ സെന്റർ 10,000 ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അംഗീകാരം കിട്ടാനുള്ള വലിയൊരു അവസരമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഓപ്പണർ മുതൽ സ്റ്റാർ വരെയുള്ള അച്ചീവേഴ്സിന് മാത്രമായിട്ട് ഒരു വലിയ നറുക്കെടുപ്പ് കൂടി ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് നടക്കുന്നതായിരിക്കും. 10 സ്മാർട്ട് ഫോണുകൾ, സാധാ ഫോണല്ല, 10 സ്മാർട്ട് ഫോണുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നറുക്കെടുപ്പിലൂടെ നേടാനുള്ള വലിയൊരു അവസരം കൂടി ഈ ജൂൺ 30 ഉള്ളിൽ നിങ്ങൾ ഐഡിയിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ മറക്കാതിരിക്കുക, ജൂൺ മാസം 30 ഓപ്പണർ ആവുക, ഓപ്പണറായ ആൾക്കാർ ഈഗിളായ ആൾക്കാർ റണ്ണറായവർ വിന്നറായവർ സ്റ്റാർ ആവുക എന്ന ഒരു ദൃഢപ്രതിജ്ഞ എത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒപ്പം പുതിയ റോയൽറ്റി അച്ചീവേഴ്സ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പുതിയ റോയൽറ്റി അച്ചീവേഴ്സ് എത്തിയ ആൾക്കാരെ അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. അവർക്ക് അവിടെ റെക്കഗ്നേഷൻ ഉണ്ടാവും. പിൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള, അതായത് ഗോൾഡിൽ നിന്ന് സ്റ്റാർ ഗോൾഡിലേക്കും സ്റ്റാർ ഗോൾഡിൽ നിന്ന് പ്ലാറ്റിനത്തിലേക്കും പ്ലാറ്റിനത്തിൽ നിന്ന് സ്റ്റാർ പ്ലാറ്റിനത്തിലേക്കും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ എത്തിയിട്ടുള്ള റോയൽറ്റി അച്ചീവേഴ്സിനെ അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. അവർക്ക് സ്റ്റേജ് റെക്കഗ്നേഷൻ ഉണ്ടാവും, ട്രോഫി ഉണ്ടാവും. മാത്രമല്ല, അവർ ഒറ്റയ്ക്കല്ല, അവർക്ക് കപ്പിൾ എൻട്രി കൂടി കിട്ടുന്നതായിരിക്കും. അവർക്ക് അവരുടെ ഫാമിലി കൂടി കൊണ്ടുവന്നിട്ട് ഫ്രീ എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏപ്രിൽ മെയ് ജൂൺ മാസം. അതായത് ഏപ്രിലും മെയ്യും കഴിഞ്ഞു. ഈ ജൂൺ മാസം 30 പുതിയ റോയൽറ്റി അച്ചീവേഴ്സിനെയും അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. ഒപ്പം പുതിയ ടെക്നിക്കൽ അച്ചീവേഴ്സ്, അതായത് ടെക്നിക്കൽ അച്ചീവേഴ്സ് പേൾ ആവാത്ത, ടെക്നിക്കലിലേക്ക് എത്താത്ത ആൾക്കാർ, ഈ ടെക്നിക്കലിൽ നിന്ന് പേളിൽ നിന്ന് സ്റ്റാർ പേളിൽ നിന്ന് എമറാൾഡ്, ആ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും അവിടെ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ ഓഗസ്റ്റ് 25 നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ വെച്ചിട്ട് അംഗീകരിക്കുന്നുണ്ടാവും. അവർ ഒരു ട്രോഫി ഉണ്ടാവും, സ്റ്റേജ് റെക്കഗ്നേഷൻ ഉണ്ടാവും, കപ്പിൾ എൻട്രി ആയിട്ട് അവർക്ക് വരാൻ വേണ്ടി പറ്റും. ഏപ്രിൽ മെയ് ജൂൺ മാസം 30 പുതിയ ടെക്നിക്കൽ അച്ചീവേഴ്സിനെയും അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. ഇനി നിങ്ങൾക്കറിയാം, ആസിയം എല്ലാ ആളുകളെയും ആസിയം പഠിപ്പിക്കാൻ കമ്പനി തന്നെ തീരുമാനിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് തേജസ് അല്ലെ. പുതിയ ആളുകൾ ആസിയമിൽ ജോയിൻ ചെയ്ത് 2 മാസത്തിനുള്ളിൽ വരുന്ന ആളുകൾക്ക് തേജസ് ബുനിയാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ അവർക്ക് പേഴ്സണൽ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. 4500 PV സെൽഫായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളെയും 7500 PV സെൽഫായ വ്യക്തികളെയും 15000 PV സെൽഫായ വ്യക്തികളെയും ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അംഗീകരിക്കുന്നുണ്ടാവും. 4500 PV ചെയ്യുന്ന ആൾക്കാർക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റോട് കൂടി അവിടെ ആ സോണൽ ഇവന്റിൽ പങ്കെടുക്കാം. 7500 PV ചെയ്യുന്ന ആൾക്ക് എൻട്രി ഉണ്ടാവും, ടീഷർട്ട് ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 15000 PV ചെയ്യുന്ന ആളുകൾക്ക് എൻട്രി പ്ലസ് ഒരു ജാക്കറ്റ് കിട്ടുന്നുണ്ടാവും.
ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ടാവും. ഇത് പുതിയ ആളുകൾക്ക് വേണ്ടി ഉള്ളതാണ്. തേജസ് ബുനിയാദ് എന്ന് പറഞ്ഞാൽ ആസിയമിൽ ജോയിൻ ചെയ്ത് 2 മാസത്തിന്റെ ഉള്ളിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആസിയം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ എലിജിബിലിറ്റി നേടിയ ആൾക്കാർക്കും അവിടെ റെക്കഗ്നിഷൻ ഉണ്ടാവും. അടുത്ത തേജസ് മെയിൻ ആണ്. ആസിയമിൽ കുറച്ച് കാലങ്ങളായിട്ട് ആസിയമിൽ ഉണ്ടായ ആൾക്കാർക്കും പേഴ്സണൽ ടാർഗറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന ആൾക്കാർ തേജസ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ ചെയ്യണം. ആസിയമിൽ വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. തേജസ് എന്ന കോഴ്സ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ പേഴ്സണൽ PV ആയിട്ട് 7500 PV അവര് 7500 PV ചെയ്യുകയാണെങ്കിൽ അതിൽ എൻട്രി കിട്ടുന്നുണ്ടാവും. അഡ്രസ് കൺവെൻഷൻ സെന്ററിൽ ആസിയം സോണൽ ഇവന്റ് നിങ്ങൾ എൻട്രി ഉണ്ടാവും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 10000 PV ചെയ്യുകയാണെങ്കിൽ എൻട്രി ഉണ്ടാവും. ടീഷർട്ട് ഉണ്ടാവും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 30000 PV ചെയ്യുകയാണെങ്കിൽ എൻട്രി ഉണ്ടാവും. ജാക്കറ്റ് കിട്ടുന്നുണ്ടാവും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 75000 PV ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻട്രി ഉണ്ടാവും. ഒരു ബ്ലേസർ കിട്ടുന്നുണ്ടാവും. ഒരു ട്രോഫി കിട്ടുന്നുണ്ടാവും. സ്റ്റേജ് റെക്കഗ്നീഷൻ ഉണ്ടാവും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. തേജസ് മെയിൻ മറക്കാതിരിക്കുക. ആസിയമിൽ നിലവിലുള്ള ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. ഇതും അവസാനിക്കുകയാണ് ജൂൺ മാസം 30 വരെ മാത്രമേ ഉള്ളൂ. മാത്രമല്ല കീസോളിന്റെ ഉഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. കീസോൾ ഉഡാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആൾക്കാർക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ടാവും. അഡ്രസ് കൺവെൻഷൻ സെന്റർ വെച്ചിട്ട് അവർക്ക് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ബ്ലേസറും അവിടെ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവും. ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആൾക്കാരും റെഡി ആയിരുന്നുള്ളൂ. അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ജൂൺ മാസം 30 വരെ സമയമുണ്ട്. ഉഡാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആൾക്കാർക്കും ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് റെക്കഗ്നീഷൻ ഉണ്ടാവും. അത് നിർജര നിർഭയ റെക്കഗ്നീഷൻ. നമുക്കറിയാം കീസോളിലൂടെ നിർജര നിർഭയ എന്ന് പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇവന്റ് ഉണ്ടാവും. ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് അവർക്കും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ബ്ലേസറും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആ ഒരു നിർജര നിർഭയ ആൾക്കാരും തയ്യാറായി നിന്നോളൂ. ജൂൺ മാസം 30 വരെയാണ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള അവസാന തീയതി. ഇനി മറ്റൊന്നും പറയാനായിട്ടില്ല. എല്ലാവരും ഈ ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക. ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ നിങ്ങൾ കാണും. പുതിയ ആൾക്കാരിൽ നിങ്ങൾ ആശയം എത്തിക്കും. പുതിയ ആൾക്കാർക്ക് ആസിയമിന്റെ പ്രോഡക്റ്റ് പറഞ്ഞു കൊടുക്കും. പുതിയ ആൾക്കാർക്ക് ആസിയം എന്താണെന്നും എങ്ങനെയാണെന്നും എങ്ങനെ ചെയ്താൽ വരുമാനം കിട്ടുന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനു വേണ്ടിയിട്ട് ആ ഒരു സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പനി എപ്പോഴും ഓഫറുകളും ടാർഗറ്റും കൊണ്ടുവരുന്നത്. ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുക. മാക്സിമം ആളുകളെ നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. മാക്സിമം ആൾക്കാരെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ പണത്തോടെ നിങ്ങൾ ജീവിക്കാം എന്ന കാര്യം മനസ്സിലാക്കുക. ആസിയം തരുന്ന ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അവസരപ്പെടുത്തുക. ഇനി മറ്റൊന്നും പറയാനായിട്ടില്ല. എല്ലാവർക്കും ജയ് ആസിയം, ഗുഡ് ആസിയം പറഞ്ഞുകൊണ്ട് ഈ ഓഫർ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഓവർ ടു യു MC സർ.